പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് ഒപ്പം വളരുന്നവരാണ് ഇന്നത്തെ തലമുറ. ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും മൊബൈൽ ഫോൺ നിർബന്ധമാണ് കുഞ്ഞുങ്ങൾക്ക്. അത് കണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുമല്ലോ എന്നു കരുതി അമ്മമാരും മൊബൈൽ ഫോൺ അകറ്റി നിർത്താറില്ല. ഇങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ജീവിക്കുന്നതേ സോഷ്യൽ മീഡിയ ലോകത്താണ്. എന്നാൽ അവർ ഈ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം സുരക്ഷിതരാണെന്ന് മാതാപിതാക്കൾ ചിന്തിക്കാറില്ല. പഠനം, വിനോദം, ബന്ധങ്ങൾ തുടങ്ങി പല കാര്യങ്ങൾക്കും ഇന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഓൺലൈൻ ലോകത്തെയാണ് ആശ്രയിക്കുന്നത്. പണ്ടുകാലത്ത് സ്കൂളിലും നാട്ടിലുമൊക്കെയായിരുന്നു നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ യുഗമായതോടെ പരസ്പരം കാണാത്തവരും മറ്റു രാജ്യങ്ങളിലുള്ളവരുമായി വരെ സൗഹൃദം ഉടലെടുത്തു തുടങ്ങി. സുഹൃത്തുക്കളെ കണ്ടെത്താൻ വേണ്ടി മാത്രമായി നിരവധി ആപ്പുകളും വന്നു. ഈ സാങ്കേതിക വിദ്യയിൽ നിരവധി അപകടങ്ങളും ഒളിച്ചു കിടക്കുന്നുണ്ട്. സൗഹൃദ പ്രണയ സല്ലാപങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡേറ്റിംഗ് ആപ്പുകളിലെ ചതിക്കുഴികളിൽ നിരവധി കുട്ടികൾ ഇതിനോടകം വീണു കഴിഞ്ഞു. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാൻ അനുമതിയുള്ള ആപ്പുകൾ വയസ്സ് കൂട്ടിക്കാണിച്ചാണ് വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഈ ആപ്പ് ഉപയോഗിക്കുന്നതിന് പൂർണ്ണമായ വ്യക്തിവിവരങ്ങൾ ആവശ്യമില്ലെന്നതാണ് ഇതിന് പ്രധാന കാരണം. പ്രായം 18 വയസ്സ് പൂർത്തിയായെന്ന് ഉപഭോക്താവ് സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലെയും സ്ഥിതി ഇത് തന്നെ. ഇങ്ങനെയാണ് കുട്ടികൾ ആപ്പിൽ അക്കൗണ്ട് എടുത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പുകളുടെ അപകടങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു കേസ് കുറച്ചു നാളുകൾക്ക് മുൻപ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. സ്വവർഗ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച ആൺകുട്ടിയെ നിരവധി പേർ ചേർന്ന് പീഡിപ്പിച്ച വിവരം ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. കാസർഗോഡ് ജില്ലയിലെ 16 വയസ്സുകാരനാണ് ഡേറ്റിംഗ് ആപ്പ് വഴി ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. ഡേറ്റിംഗ് ആപ്പുകളുടെ ഇരുണ്ട വശം തുറന്നു കാട്ടുന്നതാണ് ഈ കേസ്. 2 വർഷക്കാലമായി കുട്ടി ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചു വരുന്നതാണെന്നും 14 വയസ്സിൽ അക്കൗണ്ട് എടുത്തതായും കൂടുതൽ അന്വേഷണത്തിൽ കണ്ടെത്തി. പ്ലാറ്റ്ഫോമിൽ സജീവമായി തുടരാൻ വ്യാജ പ്രൊഫൈലുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ 14 പേർക്കെതിരെ കൗമാരക്കാരനെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് പോലീസ് കേസെടുത്തിരുന്നു. ഇനിയെങ്കിലും ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ ചതിക്കുഴികളിൽ ചെന്ന് വീഴാതിരിക്കാൻ മാതാപിതാക്കളും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. സോഷ്യൽ മീഡിയയുടെ നല്ല വശവും ഇരുണ്ട വശവും കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾ ആപ്പുകളും സമൂഹ മാധ്യമങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന്റെ ആദ്യപടി വീടുകളിലാണ് തുടങ്ങേണ്ടത്. മാതാപിതാക്കളുടെ ചെറിയ ശ്രദ്ധ മതി ഇത്തരം പ്രവണതകൾ തടയാൻ. കുട്ടികൾ ഏതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഉപയോഗിക്കുന്നതെന്ന് രക്ഷിതാക്കൾ നിരീക്ഷിക്കണം. കുട്ടികൾ മൊബൈലിലും കമ്പ്യൂട്ടറിലുമൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ അക്കൗണ്ടുകൾ രക്ഷിതാക്കളുടെ അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്യുന്നത് പോലെയുള്ള ഓപ്ഷനുകൾ ഇപ്പോൾ സാധ്യമാണ്. കൂടാതെ പാരന്റൽ കൺട്രോൾ എന്ന ഓപ്ഷനിലൂടെയും നിയന്ത്രണം ഏർപ്പെടുത്താം. ഇതുവഴി പ്രായപൂർത്തിയായവർക്ക് മാത്രം പ്രവേശിക്കാവുന്ന ആപ്പുകളും സമൂഹ മാധ്യമങ്ങളും ലോക്ക് ചെയ്യാം. അമിത ഉപയോഗം തടയാൻ സമയപരിധി നിർദ്ദേശിക്കാം.